ഹായ് ഫ്രണ്ട്സ്, ഇത് പ്രൊമിയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മല്ലു ട്രാവലറുമായിട്ടുള്ള വ്ളോഗിന് ശേഷം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ചാനലിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സപ്പോർട്ടിന് വേണ്ടി ഒരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ അത് ശരിയാകില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിൽ ഒട്ടും തന്നെ പ്ലാൻ അല്ലായിരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടു എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫ്രഞ്ചിൽ പറയാണ്, മെസ്സി, പാക് ദി ഫ്രാൻസ്, അതുപോലെ തന്നെ PSG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഫുട്ബോളിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ മുഖേന ഇതാ ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാണ്, നിങ്ങൾക്കും വേണ്ടിയും കൂടി. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇനി പാരീസിൽ വരാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റേഡിയം നിങ്ങളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് സൈറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ലിങ്ക്. അപ്പോൾ ഈ ഒരു വിസിറ്റിന് 1 മണിക്കൂറും 10 മിനിറ്റും നിങ്ങൾ എന്തായാലും കൗണ്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു വിസിറ്റ് പറ്റും കേട്ടോ. ഇൻ കേസ് മാച്ചുള്ള ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം, അതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ അത്തരം ദിവസങ്ങളിലൊക്കെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ശനിയും ഞായറും ഒക്കെ ഇവിടെ തുറന്നിരിക്കുന്ന ഒരു സംഭവമാണ്.
അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ദിവസം വേണം, ഏത് സമയം വേണം എന്നുള്ളത്. 1 മണിക്കൂറും 10 മിനിറ്റാണ് ശരിക്കും അവർ പറയുന്നത് മിനിമം ഈ ഒരു വിസിറ്റിന് വേണം എന്നുള്ളത്. 3 ഫ്ലോർ മേലെയോട്ടോ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒരു അണ്ടർഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. ഇതൊരു കോൺഫറൻസ് ഹാളാണ്. ബാക്കിയുള്ള റൂമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ. എന്തായാലും എല്ലാ ഇൻഫർമേഷനും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇൻഫർമേഷൻ കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3 ഫ്ലോറിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് പാർക്ക് ഭാസ്. അപ്പോൾ 48,000-ഓളം അപ്പുറം ഇതിൽ സീറ്റുണ്ട്. പക്ഷേ ഒരു കളിക്ക് ഒരു വർഷത്തോളം, എനിക്ക് തോന്നുന്നു 2016-ലാണെന്ന് തോന്നുന്നു, 50,000 പേരോളം ഈ ഒരു സ്റ്റേഡിയത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ 3 ഫ്ലോറിൽ സീറ്റുകൾ മാത്രമല്ലാതെ മീഡിയ അതുപോലെ സ്പോൺസറിനും ഒക്കെ വന്ന് ഇരിക്കാനും അവരുടേതായ കോൺഫറൻസ് റൂമും ഒക്കെ ഉണ്ട്. അത് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. എന്നാൽ കളിക്കാർ വന്ന് നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലോട്ടാണ്. അവിടെയാണ് എല്ലാവിധ സെറ്റപ്പും, അതായത് കോൺഫറൻസ് റൂമും പിന്നെ മീറ്റിംഗ് റൂമും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡോക്ടർമാരൊക്കെ. പക്ഷേ അവിടെ മറ്റൊരു മുറിയുണ്ട്, ഈ കാണുന്നത്. ഇവിടെ VIP-കൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഈവൻ കളിക്കാർ പോലും കയറാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേഡിയം പണിഞ്ഞത് 1897-ലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും നാളും അത് മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മുനിസിപ്പാലിറ്റി, അതായത് പാരീസ് 16-ലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ 48,000-ൽ നിന്ന് 80,000-ഓളം സീറ്റാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, എന്നാൽ പോലും ചിന്തിച്ചു തുടങ്ങുന്നൊരു കാര്യമാണ്.